ടെക് വാർത്തകൾ. സൂപ്പർ ആപ്പുമായി ഇന്ത്യൻ റെയിൽവേ. രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. റെയിൽവേ ടിക്കറ്റ് മുതൽ പാഴ്സൽ ബുക്കിംഗ് വരെ ചെയ്യാൻ സാധിക്കുന്ന സൂപ്പർ ആപ്പാണ് ഉടൻ അവതരിപ്പിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് റീഫണ്ട് നൽകുന്ന സംവിധാനവും ആപ്പിലുണ്ടാകും. അടുത്ത മാസത്തോടെയാകും ആപ്പ് റിലീസ് ചെയ്യുന്നത്. റെയിൽവേ മന്ത്രാലയത്തിന്റെ IT വിഭാഗം ഇന്ത്യൻ റെയിൽവേ കേറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനുമായി സഹകരിച്ചാണ് സൂപ്പർ ആപ്പ് അവതരിപ്പിക്കുന്നത്. ടൂർ പാക്കേജുകൾ, ടാക്സി ബുക്കിംഗ്, വിമാന ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്, യാത്രയ്ക്കിടയിലെ ഭക്ഷണ ഓർഡറുകൾ എന്നിവയും ആപ്പിൽ ലഭിക്കും. ബുക്കിംഗിനുള്ള പണമിടപാടുകളും ആപ്പിൽ ചെയ്യാനാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മെറ്റയുമായുള്ള സ്മാർട്ട് ഗ്ലാസുകളുടെ പങ്കാളിത്തം വിപുലീകരിക്കുമെന്ന് റേബാൻ നിർമ്മാതാക്കളായ എസ്ലോർ ലെക്സോട്ടിക്ക. എന്നാൽ മെറ്റ ഓഹരി വാങ്ങുന്നതിനെക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം കമ്പനി നടത്തിയിട്ടില്ല. മെറ്റ കമ്പനിയിൽ നിക്ഷേപിക്കാൻ താൽപര്യം കാണിച്ച വിവരം എക്സ്ലോർ ലെക്സോട്ടിക്കയാണ് പുറത്തുവിട്ടത്. സ്മാർട്ട് കണ്ണടകൾ വികസിപ്പിക്കുന്നത് തുടരുന്നതിനുള്ള 10 വർഷത്തെ കരാർ അംഗീകരിച്ചുകൊണ്ട് മെറ്റ പ്ലാറ്റ്ഫോമുകളുമായുള്ള പങ്കാളിത്തം വിപുലീകരിച്ചതായും എക്സ്ലോർ ലെക്സോട്ടിക്ക വ്യക്തമാക്കി. എന്നാൽ മെറ്റ ഓഹരി വാങ്ങുന്നതിനെക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ഫ്രാങ്കോ ഇറ്റാലിയൻ ഗ്രൂപ്പിൽ മെറ്റയുടെ 5% ഓഹരി എടുക്കുന്നതിനെക്കുറിച്ച് ഇരു കമ്പനികളും ചർച്ച ചെയ്തതായി വാൾസ്ട്രീറ്റ് ജേണൽ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എക്സ്ലോർ ലെക്സോട്ടിക്കയും മെറ്റയും 2019 മുതൽ സഹകരിച്ച് റേബാൻ ബ്രാൻഡഡ് സ്മാർട്ട് ഗ്ലാസുകളുടെ 2 സീരീസുകൾ പുറത്തിറക്കിയിരുന്നു. ആദ്യത്തെ സ്മാർട്ട് ഗ്ലാസുകളുടെ ലോഞ്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും രണ്ടാമത്തേത് വിപണിയിൽ തരംഗം സൃഷ്ടിച്ചു. റേബാൻ മെറ്റയുടെ സ്മാർട്ട് ഐവെയർ ഉപയോക്താക്കൾക്ക് ഫോൺ വിളിക്കാനും പാട്ട് കേൾക്കാനും ഫോട്ടോ എടുക്കാനും കഴിയുന്ന ഫീച്ചറുകൾ ഉള്ളവയാണ്. പുതിയതായി AI ഫീച്ചർ കൂടി ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. JP മോർഗനുമായി ചർച്ചകൾ നടക്കുന്നതിനിടെ ആപ്പിളിന്റെ ക്രെഡിറ്റ് കാർഡ് പങ്കാളിത്തത്തിൽ നിന്ന് ഗോൾഡ്മാൻ സാക്സിനെ മാറ്റിയേക്കുമെന്ന റിപ്പോർട്ട്. ചർച്ചകൾ പുരോഗമിക്കുകയാണെങ്കിലും ഉടൻ തീരുമാനത്തിലില്ലെന്നാണ് സൂചന. ഈ വർഷം ആദ്യം ആരംഭിച്ച ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്നാൽ സാധ്യതയുള്ള ഏതെങ്കിലും ഇടപാടിന് ഇനിയും മാസങ്ങൾ വേണ്ടിവരുമെന്നാണ് സൂചന. കൂടാതെ ക്രെഡിറ്റ് കാർഡുകളും സേവിങ്സ് അക്കൗണ്ടുകളും ഉൾപ്പെടുന്ന പങ്കാളിത്തത്തിൽ ഗോൾഡ്മാനും ആപ്പിളും തമ്മിൽ കഴിഞ്ഞ വർഷമേ വിള്ളലുണ്ടായതായും റിപ്പോർട്ടുണ്ട്. പങ്കാളിത്തത്തിൽ നിന്നുള്ള പിന്മാറ്റം ഗോൾഡ്മാന് ഭാരിച്ച നഷ്ടമുണ്ടാക്കുമെന്നാണ് സൂചന. അതേസമയം ഉപഭോക്തൃ ബാങ്കിങ്ങിലേക്കുള്ള വരവ് പരാജയപ്പെട്ടതിന് ശേഷം ഗോൾഡ്മാൻ നിക്ഷേപ ബാങ്കിങ്ങിലും വ്യാപാരത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരികയാണ്. 2019 തുടങ്ങിയ കാർഡ് ഗോൾഡ്മാന്റെ റീറ്റെയിൽ മേഖലയിലെ മുഖമുദ്രകളിലൊന്നാണ്. ആപ്പിളും ഗോൾഡ്മാനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ഉള്ള ഉപഭോക്താക്കൾക്ക് കാർഡുകൾ അനുവദിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കൂടാതെ ഒട്ടനവധി ഓഫേഴ്സും വ്യവസ്ഥയില്ലാതെ ലോണുകൾ നൽകിയതും കൺസ്യൂമർ ബിസിനസിനെ ബാധിച്ചു. ഇത്തരം പ്രവൃത്തികളാണ് പങ്കാളിത്ത പിന്മാറ്റത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബ്ലാക്ക് റോക്കും മൈക്രോസോഫ്റ്റും AI ഇൻഫ്രാസ്ട്രക്ചറിൽ നിക്ഷേപിക്കുന്നതിന് $30 ബില്യൺ ഫണ്ട് സമാഹരിക്കുമെന്ന് റിപ്പോർട്ട്. ഡാറ്റാ സെന്ററുകളും എനർജി പ്രോജക്റ്റുകളും നിർമ്മിക്കുകയാണ് ലക്ഷ്യം. AI മോഡലുകൾക്ക് ഡാറ്റാ പ്രോസസ്സിംഗിനായി വലിയ തോതിൽ കമ്പ്യൂട്ടേഷണൽ പവർ ആവശ്യമാണ്. ഇത് ഉയർന്ന ഊർജ്ജ ഉപഭോഗത്തിലേക്ക് നയിക്കുന്നു. ആവശ്യമായ അളവിലുള്ള ഡാറ്റ ക്രഞ്ചിംഗ് പവർ നേടുന്നതിന് ടെക് കമ്പനികൾ ക്ലസ്റ്ററുകളിൽ ആയിരക്കണക്കിന് ചിപ്പുകൾ സ്ട്രിംഗ് ചെയ്യണമെന്ന് AIയുടെ കമ്പ്യൂട്ടിംഗ് ആവശ്യകതകൾ നിർദ്ദേശിക്കുന്നു. ഇത് ഡാറ്റാ സെന്ററുകളുടെ ആവശ്യം വർദ്ധിക്കുന്നതിലേക്കും നയിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. അബുദാബി പിന്തുണയുള്ള നിക്ഷേപ കമ്പനിയായ MGX ഫണ്ടിന്റെ പൊതുപങ്കാളിയായിരിക്കും. അതേസമയം AI ചിപ്പ് സ്ഥാപനമായ NVIDIA വേണ്ട നിർദ്ദേശങ്ങൾ നൽകും. ഡെറ്റ് ഫിനാൻസിംഗ് ഉൾപ്പെടെ മൊത്തം നിക്ഷേപ സാധ്യതയിൽ $100 ബില്യൺ വരെ ഈ പങ്കാളിത്തം സമാഹരിക്കുമെന്ന് കമ്പനികൾ പറഞ്ഞു. നിക്ഷേപങ്ങൾ പ്രധാനമായും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ബാക്കിയുള്ളത് അതിന്റെ പങ്കാളി രാജ്യങ്ങളിലും ആയിരിക്കുമെന്നും കമ്പനികൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 18 വയസ്സിന് താഴെയുള്ള അക്കൗണ്ടുകൾക്കായി പ്രൈവസി ഫീച്ചറുകൾ അവതരിപ്പിച്ച് ഇൻസ്റ്റഗ്രാം. കൗമാരക്കാരുടെ അക്കൗണ്ടുകളിൽ ഇനി മുതൽ ഡീഫോൾട്ട് പ്രൈവസി സെറ്റിംഗ്സും ടൈം മാനേജ്മെന്റ് ടൂളുകളും ഉണ്ടാകും. കൗമാരക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പാണ് ഇൻസ്റ്റഗ്രാം. പക്ഷേ പലപ്പോഴും ഇത്തരം ആപ്പുകളിൽ കുട്ടികൾ സുരക്ഷിതരല്ലെന്നാണ് കണ്ടെത്തൽ. സൈബർ ക്രൈം, സൈബർ ബുള്ളിംഗ് എന്നിവ കൊണ്ട് ഒട്ടനവധി പേരാണ് ആത്മഹത്യ, കടുത്ത മാനസിക പ്രശ്നങ്ങൾ എന്നിവയിലെത്തുന്നത്. ഈ സാഹചര്യത്തിൽ നിയമപരമായ സമ്മർദ്ദവും വർദ്ധിച്ചുവരുന്ന ആശങ്കകളെ തുടർന്നാണ് നടപടി. കൗമാരക്കാരുടെ അക്കൗണ്ടുകളിൽ ഇനി മുതൽ ഡിഫോൾട്ട് പ്രൈവസി സെറ്റിംഗ്സും ടൈം മാനേജ്മെന്റ് ടൂളുകളും ഉണ്ടാകും. ഇത് വലിയൊരു വിഭാഗം ആൾക്കാരിലേക്ക് കുട്ടികളുടെ ചിത്രങ്ങളും അവരുടെ കണ്ടന്റുകളും എത്തുന്നത് തടയും.
അതിനാൽ ഈ ഫീച്ചറുകൾ എത്തുന്നതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് മെറ്റ പ്രതീക്ഷിക്കുന്നത്. പുതിയതായി അക്കൗണ്ടുകൾ എടുക്കുന്നവർ ഈ മാനദണ്ഡങ്ങൾ പാലിക്കണം. കൂടാതെ അടുത്ത 60 ദിവസത്തിനുള്ളിൽ മുമ്പേ അക്കൗണ്ടുള്ളവർക്ക് ഈ ഫീച്ചറുകൾ നിർബന്ധമാക്കും. അല്ലാത്ത പക്ഷം അക്കൗണ്ടുകൾ റദ്ദ് ചെയ്യപ്പെടുമെന്നാണ് സൂചന. കുട്ടികൾ തെറ്റായ ജനന തീയതി നൽകാൻ സാധ്യതയുള്ളതിനാൽ അത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്ന അക്കൗണ്ടുകൾ മുൻകൂട്ടി കണ്ടെത്തുകയും അവയെ നിയന്ത്രിത അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഉടൻ വരുമെന്നും മെറ്റ വ്യക്തമാക്കി. ഈ ഫീച്ചർ വരുന്നതിലൂടെ അക്രമ വീഡിയോകൾ, സെൻസിറ്റീവ് കണ്ടന്റുകൾ എന്നിവ കുട്ടികളിൽ എത്തുന്നത് പരിമിതപ്പെടും. കുട്ടികൾ 60 മിനിറ്റിൽ കൂടുതൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചാൽ അറിയിപ്പുകൾ ലഭിക്കും. കൂടാതെ രാത്രി 10 മണി മുതൽ രാവിലെ 7 മണി വരെ സ്വയമേ സ്ലീപ്പ് മോഡിലായിരിക്കും അക്കൗണ്ടുകൾ. കൂടാതെ ഈ ഫീച്ചറുകൾ മാതാപിതാക്കളുടെ മേൽനോട്ടവും ഉറപ്പാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.